നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കട്ട് ബീഡ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കട്ട് ബീഡ്സും സ്റ്റിച്ച് ചെയ്യുന്നത്. വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പഠിക്കാം. ഷുഗർ ബീഡ്സ് പോലെ തന്നെ കട്ട് ബീഡ്സും എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. ഇത് ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ്, മെറ്റാലിക് ഷെയ്ഡാണ്. നമ്മളിത് കൂടുതലും കുർത്തിയിലും ബ്ലൗസിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കളറിലൊന്നും ഒരു മാറ്റവും വരത്തില്ല. നമുക്ക് വർക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സ് ഞാൻ കാണിക്കാം. ഇത് ഓറഞ്ച് ഷെയ്ഡാണ്. ഇത് ലൈറ്റ് ഓറഞ്ച് കളറാണ്, ഷൈനിങ് ഒക്കെ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കട്ട് ബീഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ട്യൂബിനെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ്. അടുത്തത് ഡാർക്ക് പിങ്ക് കളറാണ്. ഇത് ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ. ഷുഗർ ബീഡ്സിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുണ്ട് കേട്ടോ. കട്ട് ബീഡ്സിനെ കട്ട്ദാന ബീഡ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. ഇത് റെയിൻബോ കളറാണ്. നമുക്ക് ചെക്ക് ടൈപ്പ് സാരീസോ അല്ലെങ്കിൽ ചെക്ക് പട്ടുപാവാടയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റെയിൻബോ കളേഴ്സ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ കട്ട് ബീഡ്സ് എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം ഒരേ സൈസാണ്. പക്ഷേ ഈ ഒരു സൈസിനേക്കാൾ ചെറിയ സൈസും വരുന്നുണ്ട്, സ്മാൾ കട്ട് ബീഡ്സും വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഈ ഒരു കട്ട് ബീഡ്സ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ നമ്മൾ കണ്ട കട്ട് ബീഡ്സിനേക്കാൾ വളരെ ചെറുതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പം ഞാൻ ഈ ഒരു കട്ട് ബീഡ്സും കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം, അപ്പോൾ ആ ഒരു സൈസ് ഡിഫറൻസ് മനസ്സിലാവും. ഇത് കണ്ടോ, കയ്യിലിട്ടപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലയോ? ചെറിയ സൈസാണ്. നമ്മൾ ആദ്യം കാണിച്ച കട്ട് ബീഡ്സ് എങ്ങനെയായിരുന്നു, കയ്യിലിടുമ്പോൾ നന്നായിട്ട് എടുത്തറിയുന്നുണ്ടായിരുന്നു. ഇതങ്ങനെ അറിയാൻ വേണ്ടിയിട്ടില്ല, ചെറിയ സൈസാണ്. നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സ് കാണിച്ചു എന്നേ ഉള്ളൂ. കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് പോലെ തന്നെ എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾഡൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാവേ. പിന്നെ ഷുഗർ ബീഡ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീഡ്സ് എപ്പോഴും ഇതുപോലെ വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്തിലോ അതല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള ഒരു പ്ലേറ്റിലോ മാത്രം ഇട്ട് സ്റ്റിച്ച് ചെയ്യണേ. അല്ലാതെ നമ്മൾ തയ്ക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ബീഡ്സ് ഡയറക്റ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യല്. സ്റ്റാർട്ടിംഗ് ഒക്കെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം ലോക്ക് സ്റ്റിച്ചും ഇട്ട് കൊടുക്കണം. ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ഇനി ബീഡ്സ് ലോഡ് ചെയ്യുന്നത് നമ്മൾ ഷുഗർ ബീഡ്സ് ലോഡ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്. ഓരോ ബീഡ്സും നീഡിലിൽ കോർക്കുക, റിംഗ് ഫിംഗർ കൊണ്ട് മുകളിലേക്ക് എടുക്കുക. വീണ്ടും രണ്ടാമത്തെ ബീഡ് കോർക്കുക, റിംഗ് ഫിംഗർ കൊണ്ട് മുകളിലേക്ക് എടുക്കുക. ഓരോ ബീഡ്സും കോർക്കുമ്പം അതിന് മുന്നേ കോർത്ത ബീഡ്സ് താഴേക്ക് വീഴും. ഇതുപോലെ വീഴുമ്പം നമ്മൾ ഒരുമിച്ച് ആ ഒരു റിംഗ് ഫിംഗർ കൊണ്ട് മുകളിലേക്ക് എടുത്താൽ മതി. ഇത് നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ ഷുഗർ ബീഡ്സിൻ്റെ ക്ലാസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ക്ലാസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സസിൻ്റെ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ ക്ലാസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ നീഡിലിൽ ഫുള്ള് ലോഡ് ചെയ്തു. അപ്പം ഞാൻ ഫുള്ളായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലോഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ലോഡ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്തോറും നമുക്ക് നീഡിലിൽ ഫുള്ള് ഇതുപോലെ ലോഡ് ചെയ്യാൻ പറ്റും. ഇനി നീഡിലിൻ്റെ ഹുക്ക് നമുക്ക് ആ ത്രെഡിൽ കോർത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ ബീഡ്സായിട്ട് താഴേക്ക് ഇട്ട് കൊടുക്കാം. ആ റിംഗ് ഫിംഗർ ലൂസ് ചെയ്യണം. ലൂസ് ചെയ്ത് ഓരോ ബീഡ്സായിട്ട് നമുക്ക് താഴേക്ക് ഇട്ട് കൊടുത്ത് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. മാക്സിമം സ്ലോയിലാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്, അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുമല്ലോ. ഇതിപ്പോൾ ഓരോ ബീഡും സ്റ്റിച്ച് ചെയ്യുന്ന മനസ്സിലാകുന്നില്ലേ? കട്ട് ബീഡ്സ് എപ്പോഴും സിംഗിൾ ബീഡായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് നമ്മൾ 2 3 എണ്ണമൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ കട്ട് ബീഡ്സ് എപ്പോഴും സിംഗിൾ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് സ്റ്റിച്ച് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഫില്ലിംഗ് സ്റ്റിച്ചുകളിൽ മാത്രമേ ഉള്ളൂ കട്ട് ബീഡ്സ് നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഈ ഒരു മെത്തേഡ് കൂടി നോക്കിയേ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഞാൻ ഷുഗർ ബീഡ്സിൻ്റെ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. ഇത് ഒരുപാട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബീഡ്സ് മൊത്തത്തിൽ ആ ഒരു ത്രെഡിൽ നിന്ന് ഊരിപ്പോവും. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ഓരോന്നായിട്ട് താഴോട്ട് ഇട്ട് കൊടുക്കാതെ. പിന്നെ ഷുഗർ ബീഡ്സ് പോലെ സ്മൂത്ത് അല്ല കട്ട് ബീഡ്സ്. കട്ട് ബീഡ്സിൻ്റെ ആ ഒരു എഡ്ജസ് കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ ബിഗിനേഴ്സ് ചിലപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ത്രെഡ് കട്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ത്രെഡ് ടൈറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യല്, കുറച്ച് ലൂസായിട്ട് പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഒരുപാട് ടൈറ്റായിട്ട് വലിച്ചു മുറുക്കിയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ത്രെഡ് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എൻഡ് നോട്ട് ഇടുമ്പം ലാസ്റ്റ് ബീഡിൻ്റെ ചെയിൻ എടുത്ത് ഡയറക്റ്റ് എൻഡ് നോട്ട് ഇടല്, ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മാത്രം എൻഡ് നോട്ട് ഇടുക.
ഇപ്പോൾ ഈ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്തത് മനസ്സിലായല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും സ്റ്റിച്ച് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് കുറച്ച് സ്മൂത്തായിരുന്നു, സ്റ്റിച്ച് ചെയ്യുന്നതിന് പാടില്ലായിരുന്നു. പക്ഷേ കട്ട് ബീഡ്സിൻ്റെ എഡ്ജസ് കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ത്രെഡ് കട്ടാകാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ലൈൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ സ്മാൾ കട്ട് ബീഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 കട്ട് ബീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. സ്മാൾ കട്ട് ബീഡും ഞാൻ സിംഗിളായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കട്ട് ബീഡ്സ് എപ്പോഴും ഞാൻ സിംഗിൾ ബീഡ്സ് ആയിട്ടേ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. ഞാൻ അല്ലാതെ 2 ബീഡ്സ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യാറില്ല. എനിക്കെപ്പോഴും സിംഗിൾ ബീഡ്സ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നേ ഇഷ്ടം. പിന്നെ സ്റ്റിച്ച് ലൂസാകാതെ ടൈറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ സിംഗിൾ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ബ്ലൗസിൽ ബോർഡറിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നോർമൽ കട്ട് ബീഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ കുർത്തിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റിച്ച് എടുത്ത് കാണിക്കേണ്ട കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്മാൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ സെക്കൻഡ് ലൈൻ ഇത്രയും സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആ ഒരു 2 ബീഡ്സും തമ്മിലുള്ള സൈസിലുള്ള ഡിഫറൻസ്. ഒരു പാർട്ടി വെയർ ഒക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ബീഡ്സിനേക്കാൾ കട്ട് ബീഡ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സെക്കൻഡ് ലൈൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം കൂടുതൽ എടുത്തു പറയാഞ്ഞത്. ഇപ്പോൾ ഈ 2 ലൈൻസും ശ്രദ്ധിച്ചോ, ആ സൈസിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാകുന്നില്ലേ? ഈ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തന്നെ കാണിച്ചത്. ഇനി അടുത്ത ലൈനിൽ ബോർഡറിൽ നമുക്ക് എങ്ങനെ ഫാൻസി ആയിട്ട് ഈ ഒരു കട്ട് ബീഡ്സ് യൂസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഫാൻസി വർക്കിനാണ് നമ്മൾ കൂടുതലും കട്ട് ബീഡ്സ് യൂസ് ചെയ്യാറ്. അതിനായിട്ട് ഞാനിവിടെ 2 കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ കട്ട് ബീഡ്സും അതുപോലെ ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും. ഈ 2 കളറും ഓരോന്നായിട്ട് ഇതുപോലെ ഇപ്പം നീഡിലിൽ ഞാൻ എടുത്തിരിക്കുന്നതുണ്ടോ, ഇതേപോലെയാണ് ഞാൻ ലോഡ് ചെയ്യുന്നത്. നീഡിലിൽ ത്രെഡ് കോർക്കുക, ഒരു കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഒരു ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഒരു കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യുക, ഒരു ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്യുക. ഞാനിവിടെ ഓരോന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് എങ്ങനെ വേണേലും ഇതിനെ എടുക്കാം. സിംഗിൾ സ്റ്റിച്ചായിട്ട് മാത്രം എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. സിംഗിൾ സ്റ്റിച്ചായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കും. ഇപ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്ക് സാരിക്ക് ചേരുന്ന രീതിയിൽ ബീഡ്സൊക്കെ യൂസ് ചെയ്യാം. നെക്കിലൊക്കെ ബീഡ്സ് കൊണ്ട് മാത്രം നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയും എൻ്റെ നോട്ട് മുകളിൽ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ബീഡിൻ്റെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ നോട്ട് കൊടുക്കുക. എൻ്റെ നോട്ട് ഇട്ടതിന് ശേഷം താഴേന്ന് ആ ത്രെഡ് പിടിച്ചു കഴിഞ്ഞാൽ ആ എൻ്റെ നോട്ടിൻ്റെ ബാലൻസ് ഉള്ള ത്രെഡ് താഴേക്ക് പോരും. ഇനി താഴേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നീഡിലിനെ റിവേഴ്സ് കയറ്റി ആ ഹുക്ക് കൊണ്ട് ത്രെഡിനെ താഴേക്ക് പിടിച്ചാൽ മതി. അപ്പോൾ അവിടെ നീറ്റായിട്ടിരിക്കും. ഇനി ഫാൻസി ആയിട്ടുള്ള ഒരു ലൈൻ കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇവിടെ സിംഗിളായിട്ടല്ലേ എടുത്തത്, ഇനി ഡബിൾ കട്ട് ബീഡ്സ് എടുത്തുകൊണ്ടുള്ള ഒരു മെത്തേഡ് കൂടി ഞാൻ കാണിക്കാം. ഈ ലൈൻ സ്റ്റിച്ച് ചെയ്യാൻ ബ്ലൂ കളർ കട്ട് ബീഡ്സും അതുപോലെ മെറൂൺ കളർ ഷുഗർ ബീഡ്സും ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബ്ലൂ കളർ കട്ട് ബീഡ്സ് 2 എണ്ണമാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. മുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത സെയിം അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കട്ട് ബീഡ്സും 2 എണ്ണം ഒരുമിച്ചെടുത്തെങ്കിൽ നമ്മൾ സിംഗിളായിട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ. ബുട്ടാസായിട്ട് നമുക്ക് കട്ട് ബീഡ്സിനെ യൂസ് ചെയ്യാം. അത് ബുട്ടാസിൻ്റെ ക്ലാസ് വരുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഞാൻ ഇതുപോലെ ഡബിൾ കളറിൽ എടുക്കാം എന്നുള്ളൊരു ഐഡിയ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുപോലെ ഡബിൾ കളറിലെടുത്തപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതുപോലെ കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ നമ്മൾ ബ്ലൗസിൻ്റെ ബോർഡറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് കർവും കോർണറും ഒക്കെ എങ്ങനെയാണ് കട്ട് ബീഡ്സിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ സ്ക്വയറും ട്രയാങ്കിളും ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുന്നില്ല. നമുക്കൊരു പിക്ചർ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ ഒരു ലോട്ടസ് ഫിഗർ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിൽ കർവും കോർണറും എല്ലാം വരുന്നുണ്ട്. ലോട്ടസ് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ട്രേസിങ് ചെയ്താലും മതി. ട്രേസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പിക്ചറിന് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ആ ഒരു ലൈൻ ഫില്ല് ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഔട്ട്ലൈൻ കൊടുക്കല്ല്. നമ്മൾ പെൻസിൽ വെച്ച് എങ്ങനെയാണോ ഡ്രോ ചെയ്ത് അതേപോലെ ഓരോ പാർട്ടായിട്ട് തന്നെ ഔട്ട്ലൈൻ കൊടുക്കണം. എങ്കിലേ ആ ഒരു പിക്ചർ കാണാൻ ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തുള്ളൂ. അത് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഞാൻ ആ ഒരു സെൻറ്റർ പെറ്റൽ ഫില്ല് ചെയ്യാണ്. നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ സിംഗിൾ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ വരച്ചിരിക്കുന്ന അതേ ലൈനിൽ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു ഫിഗർ ചെയ്തെടുക്കാൻ പറ്റും. ലീഫിനൊക്കെ ഔട്ട്ലൈനായിട്ട് നമ്മൾ കൂടുതലും കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലീഫിൻ്റെ ഫില്ലിങ്ങിന് നമ്മൾ കൂടുതലും കട്ട് ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കോർണർ സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഷുഗർ ബീഡ്സ് പോലെയല്ല ഇവിടെ കോർണർ സ്റ്റിച്ച് ചെയ്യുന്നത്. കോർണറിൽ ലാസ്റ്റ് ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡയറക്റ്റ് ത്രെഡ് താഴേക്ക് എടുക്കരുത്.
ബീഡ്സും കൂടി ഇട്ട് കാണിക്കാം, അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ കണ്ടോ, ആ ഒരു മുകളിൽ കോർണർ കറക്റ്റായിട്ട് വരുന്നില്ല, ഒരു കർവ് രീതിയിലാണ് വരുന്നത്. അപ്പോൾ കോർണർ കറക്റ്റായിട്ട് കിട്ടാൻ നമ്മൾ ലാസ്റ്റ് ബീഡ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിന് തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുക്കണം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഷുഗർ ബീഡിൽ നമ്മൾ ചെയ്തത് ലാസ്റ്റിലത്തെ 2 ബീഡിൻ്റെ നടുക്കായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നു. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കാം. ചെയിൻ സ്റ്റിച്ച് കൊടുത്തു, താഴേക്ക് ആ ഒരു ബീഡ്സ് വെച്ചപ്പോൾ കണ്ടോ കോർണർ കറക്റ്റായിട്ട് വരുന്നില്ല, മുകളിൽ ഒരു ബീഡ് എക്സ്ട്രാ നിൽക്കുകയാണ്. അപ്പോൾ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മെത്തേഡിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ലാസ്റ്റിലത്തെ ആ ഒരു ബീഡില്ലേ, ആ ലാസ്റ്റ് ബീഡിൻ്റെ നടുക്കായിട്ടാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു കോർണർ വന്നില്ലേ. കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സിനേക്കാൾ വലുപ്പമുണ്ട്, നീളത്തിലാണ് കട്ട് ബീഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കട്ട് ബീഡ്സിൻ്റെ നടുക്ക് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ കോർണർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ ഈ ഒരു സൈഡ് ഫുള്ള് ഫില്ല് ചെയ്യുക. ഇനി ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തിയില്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ബീഡ് കൊടുത്തതിന് ശേഷം എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പെറ്റൽ കറക്റ്റായിട്ട് കിട്ടിയല്ലോ. നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്തതും ഈ ഒരു പെറ്റലല്ലേ. ഇനി അടുത്ത പെറ്റൽ നമ്മൾ ഡ്രോ ചെയ്ത പോലെ തന്നെ അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. എൻഡ് നോട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ത്രെഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത പെറ്റൽ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഡ്രോ ചെയ്തിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിലെ പെറ്റലിൻ്റെ കോർണർ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ കോർണർ ശ്രദ്ധിച്ചോണം. കോർണറിൽ ആ ഒരു ലാസ്റ്റ് ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഫസ്റ്റ് ബീഡിൻ്റെ എൻഡിങ്ങിൽ നിന്നാണ് അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലെ പെറ്റലിലെ കോർണർ സ്റ്റിച്ച് ചെയ്ത പോലെ അല്ല ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ ആ ഒരു ലാസ്റ്റ് ബീഡിൻ്റെ എൻഡിങ്ങിൽ നിന്നാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ബീഡ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴോട്ട്. ഇപ്പോൾ ഈ ഒരു പെറ്റലിൻ്റെ കോർണർ കറക്റ്റായിട്ട് വന്നില്ലേ. ഇനി നമുക്ക് ഈ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു ഫസ്റ്റ് പെറ്റൽ ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് എൻഡ് നോട്ടും കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് എല്ലാ പെറ്റൽസും സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ കട്ട് ബീഡ്സിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആണ്. എല്ലാ കട്ട് ബീഡ്സും ഒരേ സൈസിലുള്ളതല്ല. അപ്പം നമുക്കൊരു എൻഡ് നോട്ടിൻ്റെ പോയിൻ്റ് എത്തുമ്പം അവിടെ സൈസ് എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള ബീഡ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അടുത്ത സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി താഴ്വശം കൂടി സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കാം. ഇവിടെ ഞാൻ ആദ്യം 1 സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ്, അതിനുശേഷം അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ്. നമ്മൾ മുകളിൽ നടുക്കലത്തെ പെറ്റൽ ചെയ്ത പോലെ വേണേലും ചെയ്യാം, അങ്ങനെ ചെയ്താലും തെറ്റില്ല. ഇനി ഇവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കട്ട് ബീഡ്സിൻ്റെ എഡ്ജസ് കുറച്ച് ഷാർപ്പാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ത്രെഡ് കട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ത്രെഡ് കട്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് ചെയ്തില്ല, ഇപ്പോൾ 4-5 ബീഡ്സേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. അതല്ല നിങ്ങൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്തു കുറച്ച് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ത്രെഡ് കട്ടായതെന്നുണ്ടെങ്കിൽ ഒരു 4-5 ബീഡ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ബാലൻസ് ഉള്ള ആ ഒരു ത്രെഡ് കൊണ്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. എൻഡ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു ലാസ്റ്റ് ബീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരിക. ഇപ്പോൾ ഫ്ലവർ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ലീഫും ആ ഒരു സ്റ്റെമ്മും സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അതല്ല നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കൊണ്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലുള്ള പിക്ചേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് സ്റ്റിച്ച് പഠിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ അരി വർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്